ഹലോ എൻ്റെ സുഹൃത്തുക്കളെ, ദാ ഇത് നിൽക്കുന്ന കണ്ടില്ലേ, പല ലൈവിലും കൂവിത്തോപ്പിച്ച എൻ്റെ പൂവാലനാണ് ദാ ഈ പൂവൻകോഴി. ഇവ എന്തുകൊണ്ടാണെന്നറിയാമോ ഇവിടെ വന്ന് നിൽക്കുന്നത്? പിടക്കോഴികളെ കാണാനാണ്. പിടക്കോഴികളെ സെപ്പറേറ്റാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇവനെയും രാവിലെ ആകുമ്പോഴേ ഇവനെയും പുറത്ത് കൊണ്ടുപോയി വലയ്ക്കകത്തങ്ങിടും. അപ്പോൾ വലയ്ക്കകത്തിടുമെന്ന് പറയുന്നത് ഇവനെ പേടിച്ചിട്ടാണ് കേട്ടോ. പിടക്കോഴികളെ രണ്ടെണ്ണത്തിനെ ഇവൻ ചവിട്ടി കയറി കൊന്ന്. ഇവൻ്റെ വെയിറ്റ് കാരണം പിടകളുടെ ചിറകൊക്കെ ഒടിഞ്ഞു പോയി. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ 5 പിടേനെ ഞാൻ സെപ്പറേറ്റായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇവൻ ഇപ്പോൾ ഒരു പൂവനേ ഉള്ളൂ. ഒരു പൂവനൂടെ ഉണ്ടായിരുന്നു. അവൻ അതിനു മുമ്പേ നമ്മൾ അവനെ കൊന്ന് നമ്മൾ തിന്നു. അത്ര തന്നെയാണ്. ഇപ്പം ഇവൻ മാത്രമേ ഉള്ളൂ ഒരു പൂവനായിട്ടുള്ളത്. അപ്പോൾ ഇവനെ സെപ്പറേറ്റായിട്ട് ആക്കിയത് കൊണ്ട് ഇവൻ ഇടയ്ക്കിടയ്ക്ക് വല പൊത്ത് വെളിയിൽ വന്നിട്ട് ഈ പിടക്കോഴികളെങ്ങനെ എത്തി നോക്കും. എടി പൈങ്കരികളെ, നീയൊക്കെ 5 എണ്ണവും കൂടി അവിടെ തിന്ന് കൊഴുത്ത് അവിടെ നിൽക്കുകയാണില്ലേ, നിന്നെയൊക്കെ നിമിത്തമാണ് ഇവിടെയുള്ള എൻ്റെ ചാച്ചുവമ്മ എന്നെ പിടിച്ച് വെളിയിലാക്കിയത് എന്നും പറഞ്ഞ് ഇവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് പെണ്ണുങ്ങളെടുത്ത് വന്ന് പരാതികളൊക്കെ പറയാറുണ്ട്. അപ്പോൾ പെണ്ണുങ്ങളിപ്പോൾ സന്തോഷവതികളാണ് കേട്ടോ. കാരണം ഈ തടിമാടൻ കാലനെ കൊണ്ട് ഇപ്പം ശല്യമൊന്നുമില്ല. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പീഡനമാണ് കേട്ടോ. ഈ 5-6 പിടകളെ യവയും ഭയങ്കര പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാമദ്രോഹികളെ നമ്മൾ വെച്ച് വഴിക്കാൻ പാടില്ല, മനസ്സിലായ? അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളവന്മാരെ നമ്മൾ സെപ്പറേറ്റായിട്ട് ഇടണം. ഇതാ ഇപ്പം ഈ പിടകളെല്ലാം നല്ല ഹാപ്പിയാണ്. ഇവൻ്റെ തലവട്ടം കണ്ടാൽ ഈ പിടകൾ 4 സൈഡും ഓടി ഒളിക്കും. സത്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇനി അതുകൊണ്ടാണ് പിന്നെ ഇവനെന്ത് നമ്മൾ വിചാരിച്ചത്, രാത്രിയാകുമ്പോൾ ഇവനെ ഇങ്ങനെ കൂട്ടിലേതെങ്കിലും ഒരു മൂലയിൽ കൊണ്ടുവന്ന് കയറ്റും. കണ്ണ് കണ്ടുവിടല്ലോ. പിന്നെ പകലാകുമ്പോഴേ ഇവനെ നമ്മൾ പുറത്ത് ആ വലയുടെ വെളിയിലങ്ങാക്കും. നമ്മളെ പിടക്കോഴികൾ ഇവിടെ നിൽക്കുകയും ചെയ്യും. കാരണം പിടക്കോഴികൾ മുട്ടയിടുന്നത് കൊണ്ട് അവർ ഈ കൂട്ടിനകത്താണ്. ഇവനെയാണ് നമ്മൾ വെളിയിലാക്കി നിർത്തിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഒരുമിച്ചിട്ടാൽ ഒരു രക്ഷയുമില്ല. ഈ പിടക്കോഴികളെ മൊത്തം അവൻ ചവിട്ടിക്കൊല്ലും. അപ്പോൾ അതുകൊണ്ടാണ് ഇവനെ വെളിയിലാക്കിയിരിക്കുന്നത്. നിങ്ങൾ കണ്ടോ, അവൻ ഇടയ്ക്കിടയ്ക്ക് ഇനി എത്ര വെളിയിലാക്കി അവനെ വലയുടെ അകത്താണ് ഇവനെ നിർത്തിയതാണ്. പക്ഷേ അവൻ വലയൊക്കെ ഒരു സൈഡിൽ കൂടി എങ്ങനെ പൊത്തി ഇപ്പുറത്താവുമെന്നൊന്നും എനിക്കറിയില്ല. അവൻ വെളിയിൽ ഇവിടെ വന്നിട്ട് പിടക്കോഴികൾ അവന് കാണണം. അവനൊന്ന് കണ്ടാൽ മതി, വേറൊന്നുമല്ല. അവനൊന്ന് ജസ്റ്റ് ഇപ്പം അങ്ങനെയാണ്. ഇപ്പം ഇവിടെ നിന്ന് കറങ്ങും. നമ്മളാരെങ്കിലും അങ്ങോട്ടകത്ത് റൂമിലോ ഉള്ളിലോട്ട് കയറുകയാണെങ്കിൽ അവൻ പതുക്കെ ഇറങ്ങി വരും. ആ പിടകൾ കിടക്കുന്ന ഭാഗത്ത് വന്ന് തലയെത്തി ഇങ്ങനെ കഴുത്ത് നീട്ടി ചോദിക്കും, ഹലോ എക്സ്ക്യൂസ് മീ, ഞാനും കൂടി അങ്ങോട്ട് ഉള്ളിലോട്ട് വരട്ടെ, ആ കഥ ഒന്ന് തുറന്ന് താടി പെണ്ണുങ്ങളെ എന്ന് പറയും. പക്ഷേ പെണ്ണുങ്ങളുണ്ട്. ഇവൻ്റെ കൂവൽ കേൾക്കുമ്പോൾ തന്നെ ഈ പെണ്ണുങ്ങൾ 4 സൈഡിന് ജീവനും കൊണ്ട് ഓടും. അയ്യോ ദാ വന്നേ കാലമാടം വന്നേ, എൻ്റെ ഇവിടുത്തെ ചാച്ചുവമ്മയെ രക്ഷിക്കണേ എന്ന് പറയും. അപ്പോൾ അതിൻ്റെയൊക്കെ വിളികൾ കേട്ട് ഞാൻ ഓടി വരും. അപ്പം തന്നെ അവനെ തുരത്തി ഓട്ടിക്കും. കണ്ടില്ല അവൻ്റെ അഹമ്മതി, കണ്ടില്ലേ? അത്രയ്ക്കാണ് കണ്ട. അപ്പോൾ അവനെ ആ വലയുടെ ആ ബാക്ക് വശത്താണ്, അതുകൊണ്ട് ആ ഭാഗത്താണ് ഇട്ടത്. അവൻ്റെ പാത്രത്തിൽ അവനുള്ള ആഹാരങ്ങളും വെള്ളമൊക്കെ വെച്ച് കൊടുത്ത്. എന്നാലൊന്നും അവൻ അവിടെ ഇരിക്കത്തില്ല. അവൻ ആ വല പൊത്ത് അവൻ ഇങ്ങോട്ട് ചാടും. ഇവന് എങ്ങനെയും ഈ പെണ്ണുങ്ങളെ കാണുകയും വേണം. എന്നാൽ ഇവൻ്റെ ഒരു രീതി എങ്ങനെയാണെന്നറിയാമോ? ഇവൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവന് പ്രത്യേക ഒരു സൗണ്ട് പുറപ്പെടുവിക്കും. കാരണം പിടകളെ വിളിക്കുന്നതാണ്. അപ്പോൾ തീറ്റ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിടകളെ വിളിക്കും, എടീ നീയൊക്കെ വാടിയെന്ന്. പക്ഷേ എങ്ങനെയാണ് വരാനാ, നമ്മൾ കഥവടച്ചിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഈ പൂവൻ. അങ്ങ് അവനും കൂടി മാത്രമേ ഉള്ളൂ. ഈ പൂവൻ എന്തായാലും ക്രിസ്മസിന് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതുവരെ ഉള്ളൂ അവൻ്റെ പ്രകടനങ്ങളൊക്കെ.